നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, നമ്മളുടെ ഇപ്പോ 18:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഫോണുകൾ ഇപ്പൊ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം 18:9 ആസ്പെക്ട് റേഷ്യോ നല്ലതാണോ ചീത്തയാണോ, അതോ നമ്മുടെ പഴയ രീതിയിലുള്ള 16:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഫോണുമായിട്ടാണോ നമ്മൾ മുന്നേറേണ്ടത് എന്നുള്ളതാണ് നമ്മൾക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. വളരെയധികം നല്ല ടോപ്പിക് ആണെന്ന് തോന്നി, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ ഇയറിൽ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും 18:9 ആസ്പെക്ട് റേഷ്യോയിലുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം 18:9 ആസ്പെക്ട് റേഷ്യോയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും, എന്തുകൊണ്ടാണ് അത് 16:9 റേഷ്യോനെക്കാളും നല്ലത് എന്നുള്ളത്. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് 16:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഡിസ്പ്ലേയും 18:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഡിസ്പ്ലേ മാത്രമല്ല ഉള്ളത്. ആക്ച്വലി 19:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഫോണുകളും ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ iPhone 10 19:9 ആസ്പെക്ട് റേഷ്യോ ആ ഫോണിനുള്ളത്. സോ 18:9 ആസ്പെക്ട് റേഷ്യോക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള Redmi Note 5 Pro അല്ലെങ്കിൽ Redmi Note 5 18:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഒരു ഫോണാണ്. അഥവാ നിങ്ങൾക്ക് 16:9 ആസ്പെക്ട് റേഷ്യോ എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ ആയിട്ടുള്ള ഫോൺ, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളിന് ഞാൻ കാണിച്ചു തരാം. ഈ ഫോൺ ഉണ്ടല്ലോ, നിങ്ങൾക്ക് നോർമലായിട്ട് ഇത്രയും ഭാഗം ഗ്യാപ്പ് വരുന്ന ഒരു ഫോൺ, നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്താൽ കാണാം. ഏകദേശം ഇത്രയും ഭാഗത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇത്ര ബാറ് ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ ഫോണാണ് 16:9 ആസ്പെക്ട് റേഷ്യോ വരുന്ന ഫോൺ. ഇതൊരു പഴയ ഫോണാണ്. പഴയ ഫോണുകളാണ് കൂടുതൽ കാണാറുള്ളത്. സോ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 19:9 നമുക്ക് മാറ്റി വെക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അധികം ഫോണുകളിലും വരാറില്ല. നമ്മുടെ ബജറ്റ് ഫോണുകളിലൊക്കെ നമുക്ക് ലഭിക്കാറുള്ളത് 18:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഡിസ്പ്ലേ ആണ്. സോ നമുക്ക് ചർച്ച ചെയ്യാം അല്ലെ അതിനെ കുറിച്ച്. ഏത് ഡിസ്പ്ലേ ആണ് അവസാനം നല്ലതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പഴയതായ 16:9 ആണോ, അതോ നമ്മുടെ യൂത്ത് ആയ 18:9 ആണോ നല്ല ഡിസ്പ്ലേ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 18:9 അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 16:9 ആണോ നല്ലത് അല്ലെങ്കിൽ 18:9 ആണോ നല്ലത് എന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് ആദ്യം 18:9 കുറച്ച് അഡ്വാൻറ്റേജസ് ചെക്ക് ചെയ്യാം. ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നല്ലൊരു കംഫർട്ട് ലഭിക്കുന്നതാണ് പറയപ്പെടുന്നത്. 18:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഫോണുകളിൽ ഒരു നല്ല കംഫർട്ട് ലഭിക്കും. ഇപ്പോ ഈ ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് 4 ഇഞ്ച് ആണെന്ന് വെക്കുക. ഈ ഫോണ് 4 ഇഞ്ചാണ്. ഈ ഫോണിനകത്ത് ഈ 4 ഇഞ്ച് വരുന്ന ഈ ഫോണിനകത്ത് ഞാൻ ഈ 16:9 ആസ്പെക്ട് റേഷ്യോ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് 4 ഇഞ്ചിന്. ഇതേ സമയം ഇതേ സൈസുള്ള ഫോൺ ഞാൻ 18:9 ആസ്പെക്ട് റേഷ്യോയിലാണ് നിർമ്മിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈസിനകത്ത് തന്നെ 4 ഇഞ്ചിന് വരെ 5 ഇഞ്ച് ഇരിക്കും. അതെങ്ങനെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് ട്രിക്ക് ചെയ്ത് തോന്നിയേക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം ഗ്യാപ്പ് വരികയാണ് 16:9. സോ 18:9 ആകുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരമാവധി ചെറുതാവും. രണ്ടറ്റത്തുള്ള ബാറുകൾ അത് ചെറുതാകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സൈസിൽ തന്നെ നമുക്ക് കൂടുതൽ ഡിസ്പ്ലേ അതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോൺ വലുതായതായിട്ട് തോന്നില്ല, പക്ഷെ അതിനകത്തുള്ള ഡിസ്പ്ലേ വ്യൂവിംഗ് സൈസ് എന്ന് പറയാം അതിനെ, അത് നമുക്ക് വളരെയധികം കൂടുതൽ ലഭിക്കുന്നതായിരിക്കും. നോർമൽ ആയിട്ടുള്ള ഒരു ഫോണിനെ വെച്ച് ഒരുപാട് അധികം നമുക്ക് വ്യൂവിംഗ് ആംഗിൾ കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ഫോണിന്റെ സൈസിൽ തന്നെ നമുക്ക് കൂടുതൽ ഡിസ്പ്ലേ സൈസ് ബിഗ് ചെയ്യാണ്, പക്ഷെ ഫോൺ സൈസ് അതേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഭാഗം കാണാൻ സാധിക്കും. ഒരു നോർമൽ ഫോണിനെ അപേക്ഷിച്ച് കൂടുതൽ ഇൻഫർമേഷൻ കവർ ചെയ്യാൻ സാധിക്കും 18:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഒരു ഫോണിന് 16:9 ആസ്പെക്ട് റേഷ്യോ അപേക്ഷിച്ച്. രണ്ടാമത്തെയും ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗുണം തന്നെയാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയും. നിങ്ങൾക്ക് ചിലവർക്കറിയാം സ്പ്ലിറ്റ് സ്ക്രീൻ എന്നൊരു ഫീച്ചർ ഉണ്ട്. ഇവിടെയും ഒരു സ്ക്രീൻ ഉണ്ടാവും, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ യൂട്യൂബ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് വാട്സാപ്പ് റൺ ചെയ്യാം. രണ്ട് ആപ്സും ഒരുമിച്ച് റൺ ചെയ്യുന്ന ഒരു ഫീച്ചറാണ് സ്പ്ലിറ്റ് സ്ക്രീൻ. അത് ഉപയോഗിക്കുന്ന ഫോണുകൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കവർ ചെയ്യാനും ഒരുപാട് ടാസ്കുകൾ ഒരുമിച്ച് ചെയ്യാനും സാധിക്കും 18:9 ആസ്പെക്ട് റേഷ്യോ. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് വളരെ വളരെ പരിമിതമാണ്. ഇതിൽ ആദ്യം നമുക്ക് ഏവർക്കും ഫീൽ ചെയ്യാവുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് നമ്മൾ iPhone 10 കണ്ടിട്ടുണ്ടാവും. അതിൽ 19:9 ആസ്പെക്ട് റേഷ്യോ ആണ് എങ്കിൽ പോലും നമുക്ക് ചില ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മേൽഭാഗവും താഴ്ഭാഗവും അങ്ങനെ കട്ടായി പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളുടെ പഴയ മോഡൽ ഫോണായ 16:9 ആസ്പെക്ട് റേഷ്യോയ്ക്ക് പറ്റിയതുപോലെയാണ്. സോ നമ്മുടെ പുതിയ ജനറേഷൻ ആയതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് ആ ആപ്ലിക്കേഷൻസിനൊന്നും ഫിറ്റ് ആവാൻ സാധിക്കുന്നില്ല. സോ നമ്മൾ ആ ഫോണിൽ 18:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 16:9 ആസ്പെക്ട് റേഷ്യോയിലായിരിക്കും ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുക. കാരണം അത് 18:9 ഫിറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ പഴയ ആപ്ലിക്കേഷൻസ് ഒക്കെ 16:9 വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ 16:9 വരെ കവർ ചെയ്യും. അതിനുശേഷം വരുന്ന ബാക്കി ഭാഗം ഉണ്ടല്ലോ, ഈ ബാറിന്റെ അത്ര ഭാഗം ഒഴിഞ്ഞു കിടക്കും, ബ്ലാക്ക് ആയി കിടക്കും. അത് വളരെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആ ഭാഗം നമുക്ക് ഫ്രീ ആയിരിക്കുമ്പോൾ അത് ബ്ലാക്ക് ആയി കിടക്കും. അപ്പൊ 18:9 16:9 ഒരു ഡിഫറൻസ് ഇല്ല. കാരണം അത്രേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ബാക്കി ഭാഗമൊക്കെ വെറുതെ ബ്ലാങ്ക് ആയി പോകണം, അത് വേസ്റ്റ് ആയി പോകണം സ്പേസ്.
അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടന്റ് കുറയാണ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ. അതൊരു വലിയ ഡിസഡ്വാൻറ്റേജസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇപ്പൊ എന്റെ ഈ ഫോൺ 5.5 ഇഞ്ച് ആണെന്ന് വെക്കുക. ഈ 5.5 ഇഞ്ചിന്റെ ഉള്ളില് 16:9 ആസ്പെക്ട് റേഷ്യോയില് 5.5 ഇഞ്ച് ഇതിനകത്ത് ഇരിക്കും. അതേസമയം ഞാൻ 18:9 ആസ്പെക്ട് റേഷ്യോ ഈ ഫോണിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5.5 ഇഞ്ചിന്റെ സ്ഥലത്ത് 6 ഇഞ്ച് ഉപയോഗിക്കുന്നതാണ് പറയുന്നത്. ഇപ്പൊ എന്റെ ഫോൺ 5.5 ഇഞ്ചാണ്, അതിനകത്ത് ഞാൻ 18:9 ആസ്പെക്ട് റേഷ്യോ ആക്കുകയാണെങ്കിൽ അത് 6 ഇഞ്ച് ആവും. അപ്പൊ സൈസ് വലുതാവുന്നു, ഒരിക്കലും ഫോണിന്റെ സൈസ് വലുതാകുന്നില്ല, ഡിസ്പ്ലേ സൈസ് മാത്രമാണ് വലുതാകുന്നത്. ടോൾ ആവുന്നു, വീതി കൂടുന്നു, ബെസൽസ് ഒക്കെ കുറയുന്നു. അതൊരു വളരെ നല്ല ഫീച്ചറാണ്. ഇതൊക്കെയാണ് ഈ ഫോണിന്റെ അഡ്വാൻറ്റേജസ് 18:9 ആസ്പെക്ട് റേഷ്യോ ഉപയോഗിക്കുന്നതുകൊണ്ട്. അങ്ങനെ പല പല ഡിസഡ്വാൻറ്റേജസ് ഈ ഫോണുകൾക്കുണ്ട്. ഒരിക്കലും 18:9 നല്ലതാണെന്നും പറയാൻ പറ്റില്ല, 16:9 കെട്ടതാണെന്നും പറയാൻ പറ്റില്ല. രണ്ടും അതിന്റേതായ നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, കെട്ട ഫീച്ചേഴ്സ് ഉണ്ട്. സോ നമുക്ക് പുതിയതായിട്ട് ഇനി 16:9 ഒക്കെ അവസാനിക്കാൻ പോകുന്ന തൂക്കിയിരേണ്ട കാലം കഴിഞ്ഞ് ഇനി വരുന്ന ഫോണുകളെല്ലാം 18:9 ആസ്പെക്ട് റേഷ്യോ ഉള്ള ഫോണുകളാണ്. സോ നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, നിങ്ങൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫോൺ ഉപയോഗിക്കാനാണ് താല്പര്യം, 16:9 ആണോ 18:9 ആണോ? എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ ഇൻഫർമേഷൻ ആണ് ഞാൻ ഷെയർ ചെയ്തതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ. വളരെയധികം സന്തോഷം തോന്നാറുണ്ട് ഓരോ ലൈക്കിനും ഓരോ നല്ല കമന്റിനും വളരെയധികം സന്തോഷം തോന്നാറുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സുഹൃത്തുക്കളുമായിട്ട്. 18:9 എന്താണെന്ന് അവർക്ക് മനസ്സിലാവട്ടെ. ഞാൻ അടുത്തൊരു വളരെ വേഗം തന്നെ വരും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യുക. സൗജന്യമാണ്.